ആ ഗൈസ് എങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചേക്കാം. അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫേസ്ബുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ അവിടെ കൊടുത്തതിന് ശേഷം ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് ഐ അഗ്രി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ പ്രൊഫൈൽ പിക്ചർ അവിടെ കൊടുക്കണമെന്ന് ചോദിക്കും. അവിടെ നിന്ന് കൊടുക്കാറുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകുക. ആ സമയത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നത് നോക്കാം. അതിനായിട്ട് മേലെ 3 ലൈനുള്ള ഐക്കൺ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ ഓർ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ പ്രൊഫൈൽ വേണോ അല്ലെങ്കിൽ പബ്ലിക് പേജ് വേണോ എന്ന് ചോദിക്കും. അപ്പൊ പബ്ലിക് പേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് ഒരു നെയിം അവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പേജ് ഏത് കാറ്റഗറിയിലാണോ ഒരു കാറ്റഗറി അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ബയോയും ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് കൊടുക്കാന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് വേണ്ടിയിട്ടുള്ള പ്രൊഫൈൽ പിക്ചറും ബാനറും അവിടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ പേജിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡൺ എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് റീൽസുകളും ലോങ് വീഡിയോസ് ഒക്കെ അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.